പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരത്തിന് മുൻപും ശേഷവും വിധികർത്താക്കളെ ചൊല്ലി കടുത്ത പ്രതിഷേധം. വിധി പ്രഖ്യാപനം വന്നതോടെ തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നാരോപിച്ച് തൃക്കടീരി PTM HSSലെ വിദ്യാർത്ഥികൾ പൊട്ടിക്കരഞ്ഞാണ് വേദി വിട്ടത്. മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിധികർത്താക്കളെ ചൊല്ലി തൃക്കടീരി PTM സ്കൂൾ ടീം സംശയം പ്രകടിപ്പിച്ചിരുന്നു. വിധികർത്താക്കളായി വന്ന കണ്ണൂരുകാരായ 3 പേരും മറ്റൊരു സ്കൂളിന്റെ പരിശീലകനായ ഇതേ ജില്ലക്കാരന് വേണ്ടപ്പെട്ടവരാണെന്നും അതിനാൽ വിധി തീർപ്പ് നീതിയുക്തമാകില്ലെന്നും ഇവർ ആരോപിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അപ്പോൾ തന്നെ ഇമെയിൽ വഴി പരാതിയും അയച്ചെങ്കിലും വിധികർത്താക്കളെ മാറ്റാൻ സംഘാടകർ തയ്യാറായില്ല. തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ മത്സരത്തിൽ സഹകരിച്ചു. ഫലം വന്നപ്പോൾ തൃക്കടീരി സ്കൂളിന് 1ാം സ്ഥാനം നേടിയ ടീമിനേക്കാൾ 2 മാർക്ക് മാത്രമാണ് കുറവുണ്ടായിരുന്നത്. മാർക്ക് കുറയാനുള്ള കാരണം വ്യക്തമാക്കണമെന്ന് വിധികർത്താക്കളോട് കുട്ടികളും പരിശീലകരും ആവശ്യപ്പെട്ടു. ഇവര് മാറ്റി കളിക്കാൻ ഇതേ മിസ്റ്റേക്ക് കൊണ്ട് പാലക്കാടിന് തന്നെയാണ് നഷ്ടം. പൈസ പോണതല്ല വിഷയം. ഇവരിത് മാറ്റി കളിച്ചിട്ടാണ് ഞങ്ങൾക്ക് കൊണ്ടുപോയി. ഞങ്ങൾ പഠിപ്പിച്ചതിൽ ഇപ്പൊ നമുക്ക് എന്താ തെറ്റെന്നറിയില്ല. ഇത് മാറ്റണമെങ്കിൽ ഇവരെന്താ പ്രശ്നം എന്ന് പറയാം. ഇവർക്ക് അത് പറയാനും പറ്റുന്നില്ല. അതൊരു മാന്യതല്ലോ. ഒന്നും വേണ്ട, നിങ്ങൾ റിസൾട്ട് മാറ്റണ്ട. ഇത് എവിടെയാണ് മാർക്ക് പോയത്, എന്താണ് തെറ്റ്, അത് മാത്രം ആവശ്യമുള്ളൂ. എന്നാൽ വിധികർത്താക്കൾ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കുറ്റപ്പെടുത്തിയ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് നീതി ലഭിച്ചില്ലെന്ന് ആരോപിച്ച് പൊട്ടിക്കരഞ്ഞാണ് മടങ്ങിയത്. അവിടെ പോയി പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇങ്ങോട്ട് വായൊന്നും, ഇവിടെ പോയി പറഞ്ഞപ്പോ ഇവിടെ അല്ല വേറെ എവിടെയാണ്. അത് ഈ ഒരു സ്കൂളിൽ നിന്ന് സ്കൂളിലെ ട്രെയിനറാണ്, അതുകൊണ്ടാണ് മാറ്റണം എന്ന് പറഞ്ഞത്. ട്രെയിനറിന്റെ ഒപ്പമുള്ള ആൾക്കാർ, ആ ട്രെയിനറിന്റെ ഒപ്പമുള്ള ആൾക്കാരാണ് ഈ ജഡ്ജസ് ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് വന്നതാ. അറിയോ ഒരു കാര്യം പറ്റേ, ഞങ്ങൾ ഉൾപ്പെടെ ബാക്കിയുള്ള 9 സ്കൂളുകൾക്ക് ഉറപ്പായിരുന്നു ഗുരുകുലത്തിനെ കിട്ടും. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയുന്നു. ഞങ്ങൾ പിന്നാലാണ് ചോദിച്ചത്. 2 മാർക്കിൽ ഗൂഢാലോചന, അതിന്റെ ഉള്ളിൽ കയറിയിരുന്ന ഗൂഢാലോചന. ഒരു കാരണം അവർ തപ്പി പിടിച്ച് കണ്ടുപിടിച്ച റിപ്പൺ. ആ റിപ്പൺ പോയപ്പോ ഒരു റിപ്പൺ മുറിക്കുമ്പോൾ നമ്മൾ അയക്കാൻ നോക്കാം. മാർക്ക് നോക്കി മുറിക്കാൻ പറ്റുമോ? കലോത്സവത്തിലെ വിധിന്യായത്തിനെതിരെ അപ്പീൽ നൽകുമെന്നും ടീം അറിയിച്ചു. CCN പാലക്കാട്.